ഹായ് ഓൾ. നിങ്ങളിപ്പോൾ മുറുകി വരിഞ്ഞ പോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെസ്സേജ് കേട്ടോ. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് എന്ത് മെസ്സേജാണ് ഇവിടെ തരുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് തന്നെ ഒരു ഡെത്ത് കാർഡാണ്. ഇവിടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും തന്നെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും നമുക്ക് കിട്ടുന്നത് എല്ലാം തന്നെ ഓൾറെഡി എഴുതപ്പെട്ടതാണ്. അത് ജീവിതത്തിൽ വരുന്ന സുഖമായിട്ടുള്ള അനുഭവമായിരുന്നാലും ശരി തന്നെ, ദുഃഖമായിട്ടുള്ള അനുഭവങ്ങളായാലും ശരി തന്നെ, ഇതെല്ലാം ഓൾറെഡി എഴുതപ്പെട്ടതാണ്. എല്ലാം നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കണക്കുകൾക്കനുസരിച്ചാണ് നമുക്ക് നമ്മളിലോട്ട് അത് എല്ലാം കൃത്യമായിട്ട് വരുന്നത്. ഒരു കൃത്യമായ സോൾ പ്ലാനിലൂടെ തന്നെയാണ് നമ്മൾ ഈ ജന്മത്തില് ഓരോരുത്തരും നമ്മൾ ഈ ബോഡി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾക്കും ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മളെ മുൻ കർമ്മങ്ങളാണ് അതെല്ലാം നിശ്ചയിക്കുന്നത്. ഇവിടെ പെയിൻ തരുന്ന നമുക്ക് നമ്മുടെ ലൈഫിൽ പെയിൻ തരുന്ന ആളുകളായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ അനുഭവങ്ങളായാലും ശരി തന്നെ, അതെല്ലാം നമ്മൾ മുൻ ജന്മങ്ങളിൽ അവർക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് എല്ലാത്തിനെയും തന്നെ ഒരു സാക്ഷിഭാവത്തിൽ കണ്ട് ആളുകൾക്കും അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കും ഫോർഗീവ്നെസ് കൊടുക്കുക. പിന്നെ സുഖവും ദുഃഖവും ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുക, തിരിച്ചറിയുക. രണ്ടും ഒരു ഒബ്സർവർ എന്ന രീതിയിൽ അംഗീകരിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള, എല്ലാവരും ഒറ്റപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പിടിച്ചു കിട്ടിയ ഒരു അവസ്ഥയിലൂടെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രയേറെ സഫറിങ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നതെന്ന് കാണുന്നുണ്ട്. ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടം അവസാനിക്കുന്ന ഒരു പീരീഡായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു പീരീഡ് അത്യധികം വേദനാജനകമായിരിക്കും എന്നുള്ള കാര്യവും നിങ്ങൾ ഓർക്കണം. ഈ ടൈമിൽ നിങ്ങൾ ഹോ ഓപ്പനോ ഡെയിലി ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശേഷം നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു റീബർത്തിലേക്കാണ്. കണ്ടോ, ഒരു ന്യൂ ക്രിയേഷൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു താമര വിരിയുന്നതിൻ്റെ അത്രയും ഭംഗിയുള്ള ഒരു റീബർത്തിലേക്കാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെന്ന് കാണുന്നുണ്ട്. നിങ്ങളാൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് പല നന്മകളും ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ ചെന്നെത്തുന്നതെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടവരാണ് നിങ്ങൾ. അതിനായി നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും കഠിനമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ആ പർപ്പസിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നതിനും അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പരിഭാഗപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. ഈ പർപ്പസ് ചെയ്യാനാണ് നിങ്ങളുടെ സോള് ഈ ബോഡി സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളെ തകർക്കുന്ന ജീവിതാനുഭവങ്ങളിൽ പകച്ചു നിൽക്കാതെ എല്ലാം തന്നെ ഡിവൈനിൽ സറണ്ടർ ആക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കേജ് എല്ലാം മാറ്റി അവിടെ ആ ബ്ലോക്കേജ് എല്ലാം മാറ്റിയാൽ മാത്രമേ അവിടെ ഭഗവാന് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളിലോട്ട് ഒരു സഹായം ഭഗവാന് ചെയ്യാൻ പറ്റുകയുള്ളൂ. എല്ലാ വേദനകളും നിങ്ങൾ അംഗീകരിച്ച് മാപ്പ് കൊടുത്ത് വിടുക. ശേഷം ഭഗവാനിൽ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ സമർപ്പണത്തിന് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ ഒരു മെസ്സേജ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് കേട്ടോ. അത് വിശ്വസിക്കുക, എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ഈ അനുഭവങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് കിട്ടുന്ന വേദനകളിൽ ദുഃഖിക്കുന്നുണ്ട്. ഭഗവാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള പൂർവ്വജന്മ കർമ്മങ്ങളാണ്. അതുകൊണ്ട് അത് അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. അതിന് ഭഗവാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടും താങ്ങും തണലും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ എന്താണോ ദൈവത്തിന്റെ ഇച്ഛ അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമൊക്കെയാണോ അത് കൃത്യമായി അളന്ന് കുറിച്ച് നിങ്ങൾ വെക്കുക എന്നിവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇതൊരു മാനിഫെസ്റ്റേഷൻ കാർഡ് കൂടെയാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നീതിയും ധർമ്മബോധവും എളിമത്വവും ഒക്കെ കാത്തു സൂക്ഷിക്കാവുന്ന ഒരു പ്രത്യേക മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. നല്ലതിന് വേണ്ടിയിട്ട് മാത്രം, നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ്റെ ഇത് കാർഡാണെന്ന് പറഞ്ഞല്ലോ, അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് മെസ്സേജ് ഭഗവാൻ തരുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.